എൻ്റെ ഫ്രണ്ട് ജോബി എന്ന് പറയുന്ന ഒരു മകള് എനിക്കൊരു ന്യൂസ് പേപ്പർ തന്നു. അത് കൃപാസനത്തെക്കുറിച്ച് അങ്ങനെയാണ് ഞാൻ അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത് എനിക്ക് വായിക്കുവാനും അതിലൂടെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്രീൻ കാർഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ 1 ഇയർ വിസയിലാണ് ഞങ്ങൾ USA ചെന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തൊരവസരമായിരുന്നു. അപ്പോഴാണ് മാതാവ് വെളിപ്പെടുത്തി തന്നത്, ഹസ്ബൻഡിനോട് പറ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. അമ്മ ഒരു ഡേറ്റ് പറഞ്ഞു തന്നു, ജാനുവരി 21 എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ട്രാവൽ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ വർക്ക് പെർമിറ്റും ഒക്കെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ കാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ USA ഗ്രീൻ കാർഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൽ നിന്നൊക്കെയും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ 23 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇന്ന് അമ്മ അത് എനിക്ക് രാവിലെ 1:30 ആയപ്പോൾ അത് അപ്രൂവ് ആക്കി തന്നു, ഞങ്ങളുടെ ഗ്രീൻ കാർഡ്. ഇന്ന് 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കണ്ടത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മുന്നിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുതരുന്നത്. അത് ആ ഡേറ്റ് ഇട്ട് ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ആണ് ഞാൻ കണ്ടത്. 23 എന്നുള്ള ഡേറ്റ് ഞാൻ 6 മാസം മുമ്പേ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അത് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. എനിക്ക് കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു, ഈശോയോട് നീ സംസാരിക്കണം, എൻ്റെ മകനെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണെന്ന്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഗ്രീൻ കാർഡിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അതിങ്ങി വന്നോളും. പിന്നെ എൻ്റെ തലയിൽ കൈ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ് ഉള്ള കുട്ടിയാണ് നീ, അത് ആ അനുഗ്രഹം കളയാതെ നോക്കണമെന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് നാട്ടിൽ ആഗ്രഹിച്ചാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ദുബായിലായിരുന്നു. പക്ഷേ സ്ഥലം വാങ്ങിച്ചിട്ടൊക്കെ പോയിട്ട് പല തടസ്സങ്ങളായിരുന്നു, ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ USA ചെന്നു. അതിനേക്കാൾ മുന്നേ ഞങ്ങൾ അവിടെ വീട് വാങ്ങിച്ചു. അതൊക്കെ അമ്മ വലിയ അനുഗ്രഹങ്ങളാണ്. ഞാൻ അവിടെ വീട് വാങ്ങിച്ചപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടൊരു വലിയൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഭവനമാണെങ്കിലും ഇവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് 16 വർഷം കാത്തിരുന്നിട്ട് 3 വർഷത്തിന് മുമ്പ് ഞങ്ങൾ അതിന് പണി തുടങ്ങി. പക്ഷേ ഒരു 7-8 മാസത്തിനുള്ളിൽ വീട് പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഗ്രീൻ കാർഡിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ അവിടെ കയറി താമസിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്. അതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ 22 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കണം, ഇനി ഇവിടെ ആരുമില്ല നോക്കാൻ എന്ന് പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു അയലോക്കവും ദൈവത്തെ വിളിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടുതരണമെന്ന്. അതിപ്പം വാങ്ങിക്കാൻ വന്നത് ഇവിടെ കൃപാസനത്തിൽ വന്നെടുത്ത് ഉടമ്പടി എടുത്ത ഒരു സഹോദരനാണ്. ഈ 14-ാം തീയതി അതിൻ്റെ എഴുത്ത് നടക്കും. ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു.